Welcome back to our SH Higher Secondary School, Changanasheri. LKGA episode number 4. It is the time of English. Hi babies, hello, good morning, how are you all? I think all are fine. Then welcome back to our English class. Okay, last English class നമ്മൾ കുറച്ച് ലൈൻസ് ആൻഡ് കർവ്സ് ഒക്കെ പഠിച്ചു അല്ലേ, കുറച്ച് സ്റ്റോറീസും പറഞ്ഞു. ഇന്ന് ടീച്ചർ ഒരു പുതിയ സ്റ്റോറിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്ത് സ്റ്റോറിയാണെന്നോ? അച്ചുവേട്ടൻ്റെ സ്റ്റോറി. അച്ചുവേട്ടനെ നിങ്ങൾക്കറിയുമോ? ഒരു മരം വെട്ടുകാരൻ അച്ചുവേട്ടൻ. ടീച്ചർക്കറിയാം അച്ചുവേട്ടനെ. അച്ചുവേട്ടൻ ഒരു മരം വെട്ടുകാരനായിരുന്നു. ഒരു ദിവസം അച്ചുവേട്ടൻ മരം മുറിക്കാനായി വനത്തിലേക്ക് പോയി. വനത്തിൽ എന്താ ഉള്ളത്? മരങ്ങളുണ്ടല്ലേ. മരം മുറിക്കാനായിട്ട് അച്ചുവേട്ടൻ വനത്തിലേക്ക് പോയി. അച്ചുവേട്ടന് അന്നൊരു മരം മുറിക്കണമായിരുന്നു. ഏത് മരമാണെന്നോ? വൺ ആപ്പിൾ ട്രീ. ആപ്പിൾ ട്രീ ടീച്ചർ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, നിറയെ ആപ്പിൾ റെഡ് ആപ്പിൾ നിറയെയുള്ള ട്രീ. ദാറ്റ് ഈസ് ആപ്പിൾ ട്രീ. ഇതാണ് ആപ്പിൾ ട്രീ. അച്ചുവേട്ടന് ആപ്പിൾ മരമാണ് മുറിക്കേണ്ടിയിരുന്നത്. അച്ചുവേട്ടൻ രാവിലെ എഴുന്നേറ്റ് മരം മുറിക്കാനായി പോയി. മരം മുറിക്കാനായി പോയപ്പോൾ അച്ചുവേട്ടൻ്റെ കയ്യിൽ ഒരു സാധനം ഉണ്ടായിരുന്നു. എന്താണ് മരം മുറിക്കാൻ ഉപയോഗിക്കുന്നത്? ആക്സ് അല്ലേ? നിങ്ങൾക്കറിയാം ആക്സ്. എന്താണ് ആക്സ്? കോടാലി ഉണ്ടായിരുന്നു അല്ലേ. ആക്സുമായി അച്ചുവേട്ടൻ രാവിലെ വനത്തിലേക്ക് പോയി. അവിടെ ചെന്ന് അച്ചുവേട്ടൻ മരം ഒന്ന് നോക്കി, മുറിക്കാനുള്ള മരം ഒന്ന് നോക്കി. മരത്തിൻ്റെ ചുവട്ടിൽ ചെന്ന് നിന്ന് അച്ചുവേട്ടൻ മരം മുറിക്കാൻ ആരംഭിച്ചു. അപ്പോൾ അച്ചുവേട്ടൻ്റെ കാലിൽ എന്തോ ഒന്ന് കടിച്ചു. കാലിൽ കടിച്ചു, ലെഗില് അല്ലേ, ലെഗിൽ കടിച്ചു. അച്ചുവേട്ടൻ താഴേക്ക് നോക്കി. അപ്പോൾ അച്ചുവേട്ടൻ്റെ ടോസിൽ ഒരു ആൻറ്റ് വന്നിരിക്കുന്നു. കാലിൽ എന്താ കടിച്ചത്? അച്ചുവേട്ടൻ്റെ ലെഗിൽ എന്താ കടിച്ചത്? ആൻറ്റ്. പറയൂ. ആൻറ്റ് അല്ലേ. ആൻറ്റ്. എന്താണ് ആൻറ്റ്? ഉറുമ്പ് ആൻറ്റ് അച്ചുവേട്ടനെ കടിച്ചു. അച്ചുവേട്ടൻ ആൻറ്റിനെ എടുത്ത് താഴേക്ക് കളഞ്ഞു. അച്ചുവേട്ടനെ കടിക്കാതിരിക്കാൻ വേണ്ടി അല്ലേ. കടിച്ചപ്പോൾ അച്ചുവേട്ടന് വേദനിച്ചു. അച്ചുവേട്ടൻ അത് ആ ലെഗ് തൂത്തു. എന്നിട്ട് ആൻറ്റിനെ എടുത്ത് താഴേക്ക് കളഞ്ഞു. പാവം ആൻറ്റ് അല്ലേ, പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചു. അച്ചുവേട്ടൻ മരം മുറിക്കാൻ ആരംഭിച്ചു. മരം മുറിച്ച് കുറേ കഴിഞ്ഞപ്പോൾ അച്ചുവേട്ടന് വളരെ ദാഹിച്ചു. ദാഹിക്കുമ്പോൾ നമ്മൾ എന്താണ് കുടിക്കുന്നത്? വാട്ടർ അല്ലേ. വാട്ടർ കുടിക്കും. വെള്ളം കുടിക്കാനായി അച്ചുവേട്ടൻ നടന്നു. ഒരു പുഴക്കരയിലെത്തി. ആ പുഴക്കരയിൽ എത്തി അച്ചുവേട്ടൻ കൈ ഉപയോഗിച്ച്, ഹാൻഡ് ഉപയോഗിച്ച് വാട്ടർ ഇങ്ങനെ കോരി കുടിച്ചു. ഇങ്ങനെ വാട്ടർ കോരി കുടിച്ചു. കൈ വെച്ചിട്ട് ഇങ്ങനെ വാട്ടർ കുടിക്കാൻ പറ്റും. ഇങ്ങനെ വാട്ടർ എടുത്തിട്ട് നമുക്കിങ്ങനെ കുടിക്കാൻ പറ്റും. അച്ചുവേട്ടൻ അങ്ങനെ കുടിച്ചുകൊണ്ടിരുന്ന സമയത്ത് വാട്ടറിൽ എന്തോ കണ്ടു. ആ പുഴയിൽ അല്ലേ അച്ചുവേട്ടൻ വാട്ടർ കുടിക്കാനായിട്ട് എത്തിയത്. പുഴയുടെ അടുത്തല്ലേ എത്തിയത്. പുഴയിൽ എന്തോ ഒന്ന് അനങ്ങുന്നു. അച്ചുവേട്ടൻ നോക്കിയപ്പോൾ അവിടെ ഒരു അലിഗേറ്റർ അവിടെ വെള്ളത്തിലൂടെ, വാട്ടറിലൂടെ ഇങ്ങനെ വരുന്നു. അച്ചുവേട്ടൻ പേടിച്ചു. പുറകോട്ട് പോകാൻ ഒരുങ്ങിയപ്പോൾ വാട്ട് ഈസ് അലിഗേറ്റർ? അലിഗേറ്റർ എന്താണ്? ചീങ്കണ്ണി. അറിയില്ലേ ചീങ്കണ്ണി? മനുഷ്യരെയൊക്കെ പിടിച്ച് തിന്നും അല്ലേ. നമുക്ക് പേടിയല്ലേ ചീങ്കണ്ണിയെ, അലിഗേറ്ററിനെ.
ടീച്ചർക്ക് പേടിയാ. നിങ്ങൾക്ക് പേടിയുണ്ടോ അലിഗേറ്ററിനെ? ഉണ്ടല്ലേ, ടീച്ചർക്കും പേടിയാ, അച്ചുവേട്ടനും പേടിയാ. അച്ചുവേട്ടൻ പേടിച്ച് വിറച്ചു. അലിഗേറ്റർ വന്നിട്ട് അച്ചുവേട്ടൻ്റെ കാലിൽ പിടിച്ചിട്ട് കടിച്ചു. അച്ചുവേട്ടൻ അലിഗേറ്ററിനോട് പറഞ്ഞു, ആ എന്നെ വിടൂ, എന്നെ രക്ഷിക്കൂ എന്ന് പറഞ്ഞിട്ട് അച്ചുവേട്ടൻ അങ്ങ് കരഞ്ഞിട്ട് അച്ചുവേട്ടൻ കാലിങ്ങനെ കുടഞ്ഞ സമയത്ത് ആ അലിഗേറ്റർ തെറിച്ച് പുഴയിലേക്ക് തെറിച്ചു പോയി. അപ്പോൾ അച്ചുവേട്ടൻ വളരെ വേദനിച്ച് ആ മുറിഞ്ഞ കാലുമായി കുറച്ച് സമയം നടന്ന് മുമ്പോട്ട് പോയി. അച്ചുവേട്ടൻ വേദനിച്ചിട്ട് വയ്യ, ബ്ലഡ് പോകുക, കാലിൽ നിന്ന് ബ്ലഡ് ഒഴുകി പോവുക. അപ്പോൾ അച്ചുവേട്ടൻ ഫോൺ എടുത്തു. അച്ചുവേട്ടൻ്റെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു. അച്ചുവേട്ടൻ മൊബൈൽ ഫോൺ എടുത്തിട്ട് വിളിച്ചു, എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം. അച്ചുവേട്ടൻ ആരെയാ വിളിച്ചത്? അച്ചുവേട്ടൻ്റെ മകനെ വിളിച്ചു. അച്ചുവേട്ടനൊരു മകനുണ്ട്. അച്ചുവേട്ടൻ മകനെ വിളിച്ചു, എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകൂ, എൻ്റെ കാലിൽ അലിഗേറ്റർ കടിച്ചു, ഇവിടെ ഒരു അലിഗേറ്റർ ഉണ്ടായിരുന്നു, എന്നെ കടിച്ചു. അച്ചുവേട്ടൻ്റെ മകൻ പെട്ടെന്ന് അച്ചുവേട്ടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായി വന്നത് എങ്ങനെയാണെന്നോ? ആംബുലൻസിൽ. ഒരു ആംബുലൻസുമായിട്ട് വന്ന് അച്ചുവേട്ടനെ എടുത്ത് ആംബുലൻസിൽ കയറ്റി അച്ചുവേട്ടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അച്ചുവേട്ടൻ്റെ കാലിൽ മുറിവ് വെച്ച് കെട്ടി. ഡോക്ടേഴ്സും നേഴ്സും ഒക്കെ അച്ചുവേട്ടനെ നന്നായിട്ട് ശുശ്രൂഷിച്ചു. കാല് വെച്ച് കെട്ടി. പാവം അച്ചുവേട്ടനല്ലേ. അച്ചുവേട്ടൻ ഓർത്തു, ഇനി ഞാൻ വനത്തിലേക്ക് പോകുമ്പോൾ ഒറ്റയ്ക്ക് പോവില്ല. ഒറ്റയ്ക്ക് പോയാൽ അച്ചുവേട്ടനെ അലിഗേറ്റർ പിടിച്ചാലോ. ഇനി അച്ചുവേട്ടൻ പോകുമ്പോൾ അച്ചുവേട്ടൻ്റെ മകനെയും കൂട്ടിയേ പോവുള്ളൂ എന്ന് തീരുമാനിച്ചു. അച്ചുവേട്ടൻ കാല് മുറിവ് വെച്ച് കെട്ടി വീട്ടിലേക്ക് പോയി. അപ്പോൾ ഈ അച്ചുവേട്ടൻ്റെ കഥ ടീച്ചർ പറഞ്ഞപ്പോൾ ഈ സ്റ്റോറിയിൽ എന്തെല്ലാം നമ്മൾ കണ്ടു? ഓർത്ത് നോക്കൂ. ആപ്പിൾ ട്രീ കണ്ടോ? കേട്ടിരുന്നോ? ആപ്പിൾ പറയൂ. ആപ്പിൾ ഷോർട്ട് സൗണ്ട് പറഞ്ഞാൽ മതി. ആപ്പിൾ എന്ന് പറയണ്ട. ആപ്പിൾ പറയൂ. ആപ്പിൾ ആപ്പിൾ ഷോർട്ട് സൗണ്ട്. ആപ്പിൾ. പിന്നെന്താ നമ്മൾ കണ്ടു? അച്ചുവേട്ടൻ്റെ കാലിൽ കടിച്ച ആൻറ്റ്. ആൻറ്റ്. പിന്നെ അച്ചുവേട്ടൻ മരം വെട്ടാൻ ഉപയോഗിച്ച ആക്സ്. പിന്നീട് അച്ചുവേട്ടനെ കടിച്ചത് ആരാണ്? അലിഗേറ്റർ. പറയൂ. അലിഗേറ്റർ. അലിഗേറ്റർ. പിന്നീട് അച്ചുവേട്ടൻ ഹോസ്പിറ്റലിൽ എങ്ങനെയാണ് പോയത്? ആംബുലൻസ് അല്ലേ. ഇനി ടീച്ചർ ഒരു ലെറ്റർ നിങ്ങളെ പരിചയപ്പെടുത്താം. ആ ലെറ്ററാണ് നമ്മുടെ ആൽഫബറ്റിലെ ഫസ്റ്റ് ലെറ്റർ എ. എ എന്ന സൗണ്ട് ഒരു ക്യാപിറ്റൽ ലെറ്റർ എയും ഉണ്ട്, ഒരു സ്മോൾ ലെറ്റർ എയും ഉണ്ട്. ഈ എയിനെ നമ്മൾ സൗണ്ട് ചെയ്യേണ്ടത് അ. പറയൂ. അ. ആപ്പിൾ. ആൻറ്റ്. ആക്സ്. അലിഗേറ്റർ. ആംബുലൻസ്. നമ്മൾ അച്ചുവേട്ടൻ്റെ കഥയിൽ പഠിച്ച ആ വേർഡ്സ്, അതിൻ്റെ പിക്ചേഴ്സ് ടീച്ചറുടെ കയ്യിലുണ്ട്. ടീച്ചർ കാണിക്കട്ടെ? നോക്കൂ. ക്യാപിറ്റൽ ലെറ്റർ എ, സ്മോൾ ലെറ്റർ എ. ആപ്പിൾ,
ant, axe, ambulance, alligator. Look here, this is capital letter A and this is small letter A. ടീച്ചർ മുൻപ് പറഞ്ഞിരുന്നില്ലേ എല്ലാ ക്യാപിറ്റൽ ലെറ്റേഴ്സിനും ഓരോ ബേബീസ് ഉണ്ടെന്ന്. അപ്പോൾ നമ്മുടെ ക്യാപിറ്റൽ ലെറ്റർ എയുടെ ബേബിയാണ് സ്മോൾ ലെറ്റർ എ. ക്യാപിറ്റൽ ലെറ്റർ എ, സ്മോൾ ലെറ്റർ എ, ക്യാപിറ്റൽ ലെറ്റർ എ, സ്മോൾ ലെറ്റർ എ, ക്യാപിറ്റൽ ലെറ്റർ എ, സ്മോൾ ലെറ്റർ എ. ഇനി ടീച്ചർ ഇപ്പോൾ പറഞ്ഞ എ എന്ന ലെറ്ററിനെ എങ്ങനെയാണ് എഴുതാൻ പറ്റുന്നതെന്ന് കാട്ടിത്തരാം. Look in your text. Here is the capital letter A and small letter a. Say A. A. കണ്ടോ, നിങ്ങളുടെ ടെക്സ്റ്റിൽ ക്യാപിറ്റൽ ലെറ്റർ എയും സ്മോൾ ലെറ്റർ എയും ഉണ്ട്. ദിസ് ഈസ് ക്യാപിറ്റൽ ലെറ്റർ എ, ദിസ് ഈസ് സ്മോൾ ലെറ്റർ എ. നിങ്ങൾ കഴിഞ്ഞ ദിവസം ടീച്ചർ പറഞ്ഞതുപോലെ ഈ ലെറ്റേഴ്സിനെ സ്നേഹിക്കാൻ തുടങ്ങിക്കോളൂ. നിങ്ങൾ കഴിഞ്ഞ ദിവസം ടീച്ചർ പറഞ്ഞതുപോലെ ഈ ലെറ്റേഴ്സിനെ സ്നേഹിക്കാൻ തുടങ്ങിക്കോളൂ. എങ്ങനെയാണ് സ്നേഹിക്കാൻ തുടങ്ങുന്നത്? നിങ്ങളുടെ ഫിംഗർ എടുത്തിട്ട് ഇതിൻ്റെ പുറത്തുകൂടി തലോടണം, ട്രേസ് ചെയ്യണം. എങ്ങനെയാണ്? ഫസ്റ്റ് റൈറ്റ് സ്ലാൻറ്റിംഗ് ലൈൻ, ലെഫ്റ്റ് സ്ലാൻറ്റിംഗ് ലൈൻ, സ്ലീപ്പിംഗ് ലൈൻ, right slanting line, left slanting line, sweeping line. അടുത്തത് സ്മോൾ ലെറ്റർ എ. സ്മോൾ ലെറ്റർ എക്ക് ഫസ്റ്റ് ലെഫ്റ്റ് കേർവ് ആണ് നമുക്ക് വേണ്ടത്. ലെഫ്റ്റ് കേർവ്, ലെഫ്റ്റ് കേർവ്, സ്മോൾ സ്റ്റാൻഡിംഗ് ലൈൻ ആൻഡ് സ്മോൾ ലെഫ്റ്റ് കേർവ്. ഇവിടെ കണ്ടോ, ഒരു ചെറിയ കേർവിൻ്റെ കുറച്ച് ഭാഗം മാത്രം ഇവിടെ അല്ലേ. അല്ലെങ്കിൽ സ്റ്റാൻഡിംഗ് ലൈൻ വരച്ചിട്ട് അതിൻ്റെ താഴെയായി ചെറിയ ഒരു വളവ് കണ്ടോ. അപ്പോൾ ലെഫ്റ്റ് കേർവ് ഇങ്ങനെ വന്നിട്ട് മുകളിലേക്ക് പോയി വീണ്ടും താഴേക്ക് ഇങ്ങനെ വെച്ചോളൂ. സ്മോൾ ലെറ്റർ എ. പിക്ചേഴ്സൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട് കണ്ടോ. ആപ്പിൾ, ആൻറ്റ്, ആക്സ്, ആംബുലൻസ്, അലിഗേറ്റർ. നെക്സ്റ്റ് പേജ് നോക്കൂ. നെക്സ്റ്റ് പേജിൽ വേറെയും പിക്ചേഴ്സ് ഉണ്ട്. ലുക്ക് ദിസ് ആൽമണ്ട്. എന്താണ് ആൽമണ്ട്? ബദാം. നമ്മൾ കഴിക്കില്ലേ ബദാം, അതാണ് ആൽമണ്ട്. നെക്സ്റ്റ് പിക്ചർ കണ്ടോ, ആരോ. ആരോ എന്താണ്? അമ്പ്. അമ്പ്. കാട്ടിൽ പക്ഷികളെ പിടിക്കാൻ പോകുന്ന വേടന്മാർ ആരോ ആയിരുന്നു നേരത്തെ ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. അതാണ് ഈ പിക്ചർ. ആരോ, 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 ആരോ. നെക്സ്റ്റ് ആങ്കിൾ. ആങ്കിൾ, ആങ്കിൾ എന്താണ്? കാലിൻ്റെ താഴെയുള്ളത് ഈ ഭാഗം അല്ലേ. ഇവിടെ ഈ ഭാഗത്തിനാണ് പറയുന്നത് ആങ്കിൾ. ആങ്കിൾ അല്ലേ. ആങ്കിൾ എന്ന് പറഞ്ഞാൽ കണങ്കാൽ, കണങ്കാൽ അല്ലേ. ഉപ്പൂറ്റി, ഇതാണ് ഉപ്പൂറ്റി. ഇത് ഈ ഭാഗത്തിന് പറയുന്നത് എന്താണ്? ആങ്കിൾ, ആങ്കിൾ, ആങ്കിൾ. അങ്ങനെ 3 പിക്ചേഴ്സ് നെക്സ്റ്റ് പേജിലും ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ട്രേസ് ചെയ്യാൻ വേണ്ടി ക്യാപിറ്റൽ ലെറ്റർ എയും സ്മോൾ ലെറ്റർ എയും എഴുതിയിട്ടുണ്ട്. അതിൻ്റെ പുറത്തുകൂടി പെൻസിലെടുത്ത് നിങ്ങൾ പുറത്തുകൂടി ട്രേസ് ചെയ്തോളൂ. അറിയാവുന്ന കുട്ടികൾ മാത്രം. എങ്ങനെയാണ് ട്രേസ് ചെയ്യുന്നത്? റൈറ്റ് സ്ലാൻറ്റിംഗ് ലൈൻ,
left slanting line, sleeping line. Capital letter A. Right slanting line, left slanting line, sleeping line. Capital letter A. Capital letter A. ഇങ്ങനെ ഈ പേജ് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ശ്രമിച്ചു നോക്കൂ. ട്രൈ. നെക്സ്റ്റ് സ്മോൾ ലെറ്റർ എ. സ്മോൾ ലെറ്റർ എ എങ്ങനെയാണ് ട്രേസ് ചെയ്യേണ്ടത്? ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് വരണം. കണ്ടോ? മുകളിലേക്ക് പോയി വീണ്ടും താഴേക്ക് വന്ന് ഒരു ചെറിയ വളവ്. കണ്ടോ? സ്മോൾ ലെറ്റർ എ, സ്മോൾ ലെറ്റർ എ, സ്മോൾ ലെറ്റർ എ. ഇങ്ങനെ അറിയാവുന്ന കുട്ടികൾ മാത്രം ഈ പേജ് കംപ്ലീറ്റ് ചെയ്യാമോ? റൈറ്റ് സ്ലാൻറ്റിംഗ് ലൈൻ, ലെഫ്റ്റ് സ്ലാൻറ്റിംഗ് ലൈൻ, സ്ലീപ്പിംഗ് ലൈൻ. Join this. Right slanting line, left slanting line, sleeping line. Then we got the capital letter A. The capital letter A. Capital letter A. Then we need the small letter A. Left curve and a small standing line. Small letter A. Small letter A. Small letter A. Small letter A. Capital letter A. Small letter A. Capital letter A. Small letter A. ഈ ലെറ്റർ എഴുതാൻ അറിയാത്ത കുട്ടികൾ ആരും വിഷമിക്കേണ്ട. ടീച്ചർ സ്കൂളിൽ വരുമ്പോൾ നിങ്ങളുടെ ആ കുഞ്ഞി കയ്യിൽ പിടിച്ച് വളരെ സ്ലോ ആയിട്ട് എഴുതിത്തരാം, എഴുതി പഠിപ്പിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ പഠിച്ചാൽ മതി. then okay. ഇനി ടീച്ചർ ഒരു റൈം കളിപ്പിക്കട്ടെ. ആർ യു റെഡി? റെഡി? റെഡി. ആർ യു സ്ലീപ്പിംഗ്? ആർ യു സ്ലീപ്പിംഗ്? ബ്രദർ ജോൺ, ബ്രദർ ജോൺ. മോർണിംഗ് ബെൽസ് ആർ റിംഗിംഗ്, മോർണിംഗ് ബെൽസ് ആർ റിംഗിംഗ്. ഡിങ് ഡിങ് ഡോങ്, ഡിങ് ഡിങ് ഡോങ്. once again. ആർ യു സ്ലീപ്പിംഗ്? ആർ യു sleeping? Brother John, Brother John. Morning bells are ringing. Ding ding dong, ding ding dong. Is it a good rhyme? നിങ്ങളൊന്ന് പാടാൻ പഠിക്കുമോ? ശ്രമിക്കൂ. ഓക്കെ. ഇനി മറ്റൊരു ഇംഗ്ലീഷ് ക്ലാസ്സിൽ കണ്ടുമുട്ടാം. Till then, bye bye. Mama's page. Good morning. How are you all? Are you fine? Okay. നിങ്ങൾ സുഖമായിരിക്കുന്നു അല്ലേ? നിങ്ങൾ സുഖമായിരിക്കുന്നു എന്ന് അറിയുന്നതിൽ ടീച്ചറിന് സന്തോഷം. നിങ്ങൾ എപ്പോഴും സുഖമായും സന്തോഷമായും ഇരിക്കണം. നല്ല കുട്ടികളല്ലേ? All are good boys and good girls. Okay. എല്ലാവരും രാവിലെ എഴുന്നേറ്റ് കുളിച്ചോ? ഭക്ഷണം കഴിച്ചോ? ഒരുങ്ങിയിരിക്കുകയാണോ? എപ്പോഴും പഠിക്കാനായി ഒരുങ്ങിയിരിക്കണം കേട്ടോ. ഇന്ന് ടീച്ചർ ഒരു ഉണ്ണിക്കുട്ടൻ്റെ കാര്യമാണ് പറയുന്നത്. ഉണ്ണിക്കുട്ടനെ നിങ്ങൾക്കറിയുമോ? ഇല്ല അല്ലേ? ടീച്ചർ നേരത്തെ പഠിപ്പിച്ചു വിട്ട ഒരു കുട്ടിയാണ് ഉണ്ണിക്കുട്ടൻ. എ ഗുഡ് ആൻഡ് സ്മാർട്ട് ബോയ്. നല്ല കുട്ടിയാ. ടീച്ചറിന് അവന് എന്തിഷ്ടമാണെന്നോ? മിടുക്കനാ. അവന് ടീച്ചർ പറയുന്നതെല്ലാം അനുസരിക്കും, അമ്മ പറയുന്നതനുസരിക്കും,
അച്ഛൻ പറയുന്നത് അനുസരിക്കും, നന്നായി പഠിക്കും, എല്ലാ ദിവസവും പഠിക്കും. ഇതൊക്കെ ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ്. അതുകൊണ്ട് തന്നെയല്ല ടീച്ചർക്ക് ഇഷ്ടം. നന്നായിട്ട് പഠിക്കുന്നതും നന്നായിട്ട് പഠിക്കാതിരിക്കുന്നതുമായ എല്ലാ കുട്ടികളെയും ടീച്ചർക്ക് ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ അവൻ ഇത്രയും ഒരു പ്രത്യേകതയുള്ള ഒരു കുട്ടിയാണ്. ആരാണ്? നമ്മുടെ ഉണ്ണിക്കുട്ടൻ. ഉണ്ണിക്കുട്ടൻ്റെ സ്വഭാവങ്ങൾ ടീച്ചർ പറയട്ടെ. ഉണ്ണിക്കുട്ടൻ wake up early in the morning. Early. രാവിലെ ഉണ്ണിക്കുട്ടൻ എഴുന്നേൽക്കും. നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമോ? എഴുന്നേൽക്കില്ല. എഴുന്നേൽക്കും. കുറച്ച് പേർ എഴുന്നേൽക്കും, കുറച്ച് പേർ താമസിച്ചേ എഴുന്നേൽക്കുകയുള്ളൂ. രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ കരഞ്ഞോണ്ടാണോ വരുന്നത്? കരഞ്ഞിട്ട് എഴുന്നേറ്റ് വരുന്ന എത്ര പേരുണ്ട് ക്ലാസ്സിൽ? നമ്മുടെ ക്ലാസ്സിൽ കുറച്ച് പേരുണ്ടല്ലേ. ഇനി മുതൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കരയണ്ട. എന്തിനാ കരയുന്നത്? ഓരോ ദിവസവും നമുക്ക് നല്ല ദിവസങ്ങളല്ലേ. നല്ല ദിവസങ്ങളാകണമെങ്കിൽ നമ്മൾ സന്തോഷമായിരിക്കണം അല്ലേ. സന്തോഷമായിരിക്കുന്ന ആൾക്കാർ കരയേണ്ടതുണ്ടോ? വേണ്ട. കരയാതെ സ്മാർട്ടായിട്ട് എഴുന്നേറ്റ് വരൂ. എന്നും രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് അമ്മയോടൊരു ഗുഡ് മോർണിംഗ് പറയൂ. അമ്മയ്ക്ക് എന്ത് സന്തോഷമാകും? സന്തോഷമാകുമോ? ആകും അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞ ഉണ്ണിക്കുട്ടൻ എന്നും രാവിലെ നേരത്തെ എഴുന്നേൽക്കും, സന്തോഷമായിട്ട് എഴുന്നേറ്റ് വരും. എന്നിട്ട് അമ്മയ്ക്ക് ഗുഡ് മോർണിംഗ് പറയും, അച്ഛന് ഗുഡ് മോർണിംഗ് പറയും, ചേട്ടന് ഗുഡ് മോർണിംഗ് പറയും, ചേച്ചിക്ക് ഗുഡ് മോർണിംഗ് പറയും. പിന്നെ ഉണ്ണിക്കുട്ടൻ്റെ വീട്ടിലുള്ള എല്ലാവരോടും, കോഴിയോടും പൂച്ചയോടും എല്ലാവരോടും ഗുഡ് മോർണിംഗ് പറയും. ഉണ്ണിക്കുട്ടൻ സന്തോഷമായിട്ട് എഴുന്നേൽക്കുന്ന കുട്ടിയല്ലേ? അതെല്ലേ. അത് കഴിഞ്ഞിട്ട് ഉണ്ണിക്കുട്ടൻ എന്താ ചെയ്തിരുന്നതെന്ന് അറിയാമോ? ഉണ്ണിക്കുട്ടൻ രാവിലെ എഴുന്നേറ്റ ഉടനെ ബ്രഷ് ചെയ്യും. എന്താണ് ബ്രഷ് ചെയ്യുന്നത്? പല്ല് തേക്കും അല്ലേ. ബ്രഷ് യുവർ ടീത്ത്. അമ്മ പറഞ്ഞിട്ടില്ലേ രാവിലെ എഴുന്നേറ്റ് പല്ല് തേച്ചതിന് ശേഷം മാത്രമേ പാൽ കുടിക്കാവുള്ളൂ എന്ന്? അങ്ങനെയാണോ നിങ്ങൾ ചെയ്യാറ്? രാവിലെ എഴുന്നേറ്റ് നന്നായിട്ട് ബ്രഷ് ചെയ്യണം. നമ്മുടെ ഈ ടീത്തിനിടയ്ക്ക് ചീത്ത സാധനങ്ങളൊക്കെ കയറിയിരിക്കും അല്ലേ. എന്നിട്ട് ബാഡ് സ്മെല്ലുണ്ടാകും, ചീത്ത മണം ഉണ്ടാകും അല്ലേ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് എന്ത് ചെയ്യണം? പല്ല് തേക്കണം. ബ്രഷ് യുവർ ടീത്ത്. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടത്? ടേക്ക് ബാത്ത്. എന്താ? കുളിക്കണം. നിങ്ങൾ തനിയെ കുളിക്കണ്ട കേട്ടോ. അമ്മയാണ് കുളിപ്പിക്കേണ്ടത്. ആരാണ് നിങ്ങളെ കുളിപ്പിക്കുന്നത്? അമ്മ? അപ്പ? ചില കുട്ടികളെ അപ്പയാണ് കുളിപ്പിക്കുന്നത് അല്ലേ. ആര് കുളിപ്പിക്കുന്നതാണ് നിങ്ങൾക്ക് ഏറെ ഇഷ്ടം? അമ്മ കുളിപ്പിക്കുന്നതാണോ? അപ്പ കുളിപ്പിക്കുന്നതാണോ? ഗ്രാൻഡ്മ കുളിപ്പിക്കുന്നതാണോ? ആര് കുളിപ്പിക്കുന്നതാണ് നിങ്ങൾക്കിഷ്ടം? ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലേ. എന്തിഷ്ടമാണെങ്കിലും രാവിലെ പല്ല് തേച്ചാൽ ഉടനെ എന്ത് ചെയ്യണം? ടേക്ക് ബാത്ത്. കുളിക്കണം അല്ലേ. കുളിക്കണം. അത് കഴിഞ്ഞിട്ട് എന്താ ഉണ്ണിക്കുട്ടൻ ചെയ്തിരുന്നതെന്നോ? പല്ല് തേച്ച് കുളിച്ച് അതിനുശേഷം ഉണ്ണിക്കുട്ടൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ഹാവ് ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. രാത്രി മുഴുവൻ നമ്മൾ കഴിക്കാതിരിക്കുകയല്ലേ. വിശപ്പില്ലേ? വിശപ്പ് മാറണമെങ്കിൽ എന്ത് ചെയ്യണം? ഹാവ് ബ്രേക്ക്ഫാസ്റ്റ്. അമ്മ രാവിലെ എഴുന്നേറ്റ് നിങ്ങളെക്കാൾ ബ്രേക്ക്ഫാസ്റ്റ്. അമ്മ രാവിലെ എഴുന്നേറ്റ് നിങ്ങളെക്കാൾ മുമ്പേ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഫുഡ് ഉണ്ടാക്കി വയ്ക്കും അല്ലേ. അത് നിങ്ങൾ കഴിക്കണം. നിങ്ങളത് വയറ് നിറയെ കഴിക്കുന്നത് കാണാൻ അമ്മയ്ക്ക് എന്ത് സന്തോഷമാണെന്നോ. അമ്മയ്ക്ക് വളരെ സന്തോഷമാണ് നിങ്ങൾ വയറ് നിറച്ച് കഴിക്കുന്നത് കാണാൻ. ഇഷ്ടമില്ല എന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് വിഷമമാകും അല്ലേ. അമ്മ ഉണ്ടാക്കുന്ന സാധനങ്ങൾ നിങ്ങൾ രാവിലെ കഴിക്കണം. അത് കഴിഞ്ഞ് എന്ത് ചെയ്യണം? സ്കൂളിൽ പോകുന്ന കുട്ടികൾ കറക്റ്റ് സമയത്ത് സ്കൂളിൽ പോകണം. ഇപ്പോൾ നമുക്ക് സ്കൂളിൽ പോകാൻ സാധിക്കില്ല അല്ലേ. ഇപ്പോൾ പോകാൻ സാധിക്കുമോ? ഇല്ല. എന്താ? കൊറോണയാണ് അല്ലേ. കൊറോണ ആയതുകൊണ്ട് പോകാൻ സാധിക്കില്ല. പക്ഷേ സ്കൂളിൽ പോകുന്ന സമയത്ത് കൃത്യമായി സ്കൂളിൽ സമയത്ത് പോകണം.
സ്കൂൾ ബസ് വരുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ അവിടെ ചെന്ന് നിൽക്കണം. അപ്പായാണ് കൊണ്ടുവിടുന്നതെങ്കിൽ കൃത്യസമയത്ത് നിങ്ങൾ റെഡിയായി ഇറങ്ങണം. ഉണ്ണിക്കുട്ടൻ അങ്ങനെ കൃത്യമായി സ്കൂളിൽ പോകുന്ന കുട്ടിയായിരുന്നു. സ്കൂളിൽ പോയി പഠിച്ച് തിരികെ വന്നിട്ട് ഉണ്ണിക്കുട്ടൻ കളിക്കും. പ്ലേ. നിങ്ങൾക്കിഷ്ടമല്ലേ കളിക്കുന്നത്? വൈകുന്നേരങ്ങളിൽ കുറച്ച് സമയം കളിക്കണം. ആരുമായാണ് നിങ്ങൾ കളിക്കുന്നത്? അമ്മയായിട്ടാണോ, ചേട്ടനായിട്ടാണോ, ചേച്ചിയുമായാണോ? നിങ്ങളുടെ വീട്ടിലുള്ളതോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലുമായി ആവശ്യത്തിന്, ഒരുപാട് കളിക്കില്ല, ആവശ്യത്തിന് കളിക്കും അല്ലേ? അത് കഴിഞ്ഞ് വീണ്ടും വന്നിട്ട് ശരീരമെല്ലാം കഴുകണ്ടേ, ബാത്ത് ചെയ്യണ്ടേ? നമ്മുടെ ശരീരത്തിൽ അഴുക്കുകളും അണുക്കളും ഒക്കെ ഉണ്ടാവും പുറത്ത് പോയിട്ട് വരുമ്പോൾ അല്ലേ? അപ്പോൾ നമ്മുടെ ബോഡി നമ്മൾ ക്ലീൻ ആക്കണം അല്ലേ? അത് കഴിഞ്ഞിട്ടോ കൃത്യസമയത്ത് കിടന്ന് ഉറങ്ങുമായിരുന്നു ഉണ്ണിക്കുട്ടൻ. നേരത്തെ കിടന്ന് ഉറങ്ങുമായിരുന്നു. അധിക സമയം TV കണ്ട് വെറുതെ സമയം കളയില്ല. കൃത്യസമയത്ത് ഉറങ്ങിയാലേ നമുക്ക് കൃത്യസമയത്ത് ഉണരാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഉണ്ണിക്കുട്ടനായിരുന്നു ടീച്ചർ മുമ്പ് പറഞ്ഞ ഉണ്ണിക്കുട്ടൻ. ഇങ്ങനെ കൃത്യമായി ചെയ്യുന്നത് കൊണ്ടാണ് ഉണ്ണിക്കുട്ടനോട് ടീച്ചറിന് ഒരു പ്രത്യേക സ്നേഹമുണ്ടായിരുന്നു എന്ന് പറഞ്ഞത്. ഇപ്പോൾ നിങ്ങൾക്കും ഉണ്ണിക്കുട്ടനെ ഇഷ്ടപ്പെട്ടോ? നല്ല കുട്ടിയല്ലേ? ഉണ്ണിക്കുട്ടൻ ഈസ് എ ഗുഡ് ബോയ്. ടീച്ചർ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി ചെയ്തിരുന്ന ഉണ്ണിക്കുട്ടനെ നമുക്ക് കാണണ്ടേ? എങ്കിൽ ലുക്ക് ഹിയർ, നോക്കൂ. ഇതാണ് നമ്മുടെ ഉണ്ണിക്കുട്ടൻ. ഉണ്ണിക്കുട്ടൻ എന്താ ചെയ്തിരുന്നേ? വേക്ക് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. കണ്ടോ? വേക്ക് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. കണ്ടോ? ഉണ്ണിക്കുട്ടൻ സന്തോഷമായി എഴുന്നേൽക്കുന്നത് കണ്ടോ? നെക്സ്റ്റ് കണ്ടോ? ദിസ് ഉണ്ണിക്കുട്ടൻ ബ്രഷ് യുവർ ടീത്ത് ആൻഡ് ടേക്ക് ബാത്ത്. കണ്ടോ? ബ്രഷ് യുവർ ടീത്ത് ആൻഡ് ടേക്ക് ബാത്ത്. കണ്ടോ? എവിടാ ഉണ്ണിക്കുട്ടൻ നിൽക്കുന്നത്? ബാത്റൂമിലല്ലേ? പല്ല് തേച്ച് കുളിക്കാൻ റെഡിയായിട്ട് നിൽക്കുന്ന കണ്ടോ? പല്ല് തേച്ചുകൊണ്ടിരിക്കുന്നു, കുളിക്കാൻ പോകുന്നു. കണ്ടോ? നെക്സ്റ്റ് ഹാവ് എ ബ്രേക്ക്ഫാസ്റ്റ്. കണ്ടോ? ഉണ്ണിക്കുട്ടൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരിക്കുന്നത് കണ്ടോ? ഹാവ് എ ബ്രേക്ക്ഫാസ്റ്റ്. ഉണ്ണിക്കുട്ടൻ കഴിക്കുന്നത് കണ്ടോ? ഫ്രൂട്ട്സും ഉണ്ട്, അമ്മ ഉണ്ടാക്കി ഇഡ്ഡലിയൊക്കെ ഉണ്ണിക്കുട്ടൻ കഴിക്കുന്നുണ്ട്. കണ്ടോ? നെക്സ്റ്റ് ഗോ ടു സ്കൂൾ ഓൺ ടൈം. കണ്ടോ? കൃത്യമായിട്ട് സ്കൂളിൽ പോകുന്നത് കണ്ടോ? ഒരുങ്ങി സ്കൂളിൽ പോയപ്പോൾ ഉണ്ണിക്കുട്ടൻ എടുത്ത ഫോട്ടോ ഇത് കണ്ടോ? ഗോ ടു സ്കൂൾ ഓൺ ടൈം. നെക്സ്റ്റ് കണ്ടോ? ഉണ്ണിക്കുട്ടൻ പ്ലേ എവരി ഡേ. എല്ലാ ദിവസവും ഉണ്ണിക്കുട്ടൻ കളിക്കും. കണ്ടോ? വൈകിട്ട് വന്നിട്ട് ഉണ്ണിക്കുട്ടൻ കളിക്കുന്നത് കണ്ടോ? ഉണ്ണിക്കുട്ടൻ്റെ വീടാണിത്. ഉണ്ണിക്കുട്ടൻ ഫുട്ബോൾ കളിക്കും അല്ലേ? ഫുട്ബോളാണ് പ്ലേ ചെയ്യുന്നത്. അടുത്തത് കണ്ടോ? ഉണ്ണിക്കുട്ടൻ സ്ലീപ്പ് ഓൺ ടൈം. കൃത്യസമയത്ത് ഉണ്ണിക്കുട്ടൻ ഉറങ്ങും, നേരത്തെ ഉറങ്ങും. കണ്ടോ? സ്ലീപ്പ് ഓൺ ടൈം. കണ്ടോ? മിസ് പറഞ്ഞ ഉണ്ണിക്കുട്ടനെ നിങ്ങൾ കണ്ടോ? Good habits. Wake up early in the morning. Brush your teeth and take a bath. Have breakfast. Go to school on time. Play every day. Sleep on time. These are the good habits. Good boy. കൃത്യമായ കാര്യങ്ങൾ കൃത്യസമയത്ത് ചെയ്യുന്ന എല്ലാ കുട്ടികളെയും എല്ലാവർക്കും ഇഷ്ടമാണ്. ഇന്നു മുതൽ നിങ്ങൾ ഉണ്ണിക്കുട്ടനെ പോലെ ആകാൻ ശ്രമിക്കാമോ? ആർക്കും ഉണ്ണിക്കുട്ടനാകാൻ സാധിക്കില്ല അല്ലേ? പക്ഷേ ഉണ്ണിക്കുട്ടനെ പോലെ മിടുക്കനായ കുട്ടിയാകാൻ, മിടുക്കിയായ കുട്ടിയാകാൻ നിങ്ങൾക്ക് സാധിക്കും അല്ലേ? എങ്കിൽ ടീച്ചർ ഒരു പാട്ട് കേൾപ്പിക്കട്ടെ.
റൈം ടീച്ചർക്ക് കേൾപ്പിക്കാം. ഓക്കെ. ഹായ് മലയാളം. ഹായ് കുഞ്ഞുങ്ങളെ, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിരിക്കുന്നോ? സുഖമായിരിക്കുന്നു അല്ലേ? ടീച്ചർക്ക് സന്തോഷമായി. എങ്കിൽ നമ്മുടെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മലയാളം ക്ലാസ്സാണ്. കഴിഞ്ഞ മലയാളം ക്ലാസ്സിൽ ടീച്ചർ എത്ര കഥകൾ പറഞ്ഞു അല്ലേ? 5 അക്ഷരങ്ങളെയും നമ്മൾ പരിചയപ്പെട്ടു. ഏതൊക്കെയാണവ? റ, ര, ന, ദ, ത. ഇത്രയും അക്ഷരങ്ങളെ പരിചയപ്പെട്ടു. ഈ അക്ഷരങ്ങളെ നിങ്ങൾ സ്നേഹിച്ചോ? ടീച്ചർ പറഞ്ഞില്ലേ അക്ഷരങ്ങളെ സ്നേഹിക്കണമെന്ന്? അത്രയും അക്ഷരങ്ങൾ അവിടെ ഇരിക്കട്ടെ. ഇനിയും ആ അക്ഷരങ്ങളുടെ ബാക്കിയായി കുറേ കാര്യങ്ങൾ ടീച്ചർ നിങ്ങളോട് പറയാം. മലയാളത്തിൽ ടീച്ചർ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ഏതൊരു ഭാഷയും പഠിക്കണമെങ്കിൽ അതിന് എഴുതുന്നതിനും വായിക്കുന്നതിനും അടിസ്ഥാനമായ അക്ഷരങ്ങളുണ്ട് അല്ലേ? അപ്പം മലയാളം എന്ന ഭാഷയിലും നമുക്ക് അക്ഷരങ്ങളുണ്ട്. ആ അക്ഷരങ്ങളെ 2ആയി തരംതിരിച്ചാണ് ടീച്ചർ പറയുന്നത്. അതിലൊന്ന് സ്വരാക്ഷരങ്ങൾ, മറ്റൊന്ന് വ്യഞ്ജനാക്ഷരങ്ങൾ. അങ്ങനെ ഈ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും കൂടി ചേർന്ന് 51 അക്ഷരങ്ങളുണ്ട് മലയാളത്തിൽ. എത്ര അക്ഷരങ്ങളുണ്ട്? 51 അക്ഷരങ്ങളുണ്ട്. അതിൽ 15 എണ്ണം സ്വരാക്ഷരങ്ങളും ബാക്കി 36 എണ്ണം വ്യഞ്ജനാക്ഷരങ്ങളുമാണ്. ആദ്യമേ ടീച്ചർ നിങ്ങളെ പരിചയപ്പെടുത്തിയ അക്ഷരങ്ങൾ വ്യഞ്ജനാക്ഷരങ്ങളായിരുന്നു. റായും രായും ഞായും ദായും തായും എല്ലാം വ്യഞ്ജനാക്ഷരങ്ങളാണ്. പക്ഷേ നാം ആദ്യം പഠിക്കേണ്ടത് ഏത് അക്ഷരങ്ങളാണെന്നോ? സ്വരാക്ഷരങ്ങൾ അല്ലേ? സ്വരാക്ഷരങ്ങൾ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നോ? നമ്മുടെ തൊണ്ടയിൽ നിന്ന് നമ്മൾ ഇങ്ങനെ പുറപ്പെടുവിക്കുന്ന സ്വരമില്ലേ, സ്വരം, ആ സ്വരം ഉപയോഗിച്ചുള്ള അക്ഷരങ്ങൾ സ്വരാക്ഷരങ്ങൾ അല്ലേ? ഏതൊക്കെയാണെന്ന് ടീച്ചർ ഒന്ന് പറഞ്ഞു നോക്കട്ടെ. അ, ആ, ഇ, ഈ, ഉ, ഊ, ഇർ, എ, ഏ, ഐ, ഒ, ഓ, ഔ, അം, അ. ഇത്രയുമാണ് 15 സ്വരാക്ഷരങ്ങൾ. ഈ 15 സ്വരാക്ഷരങ്ങളെ കുറിച്ച് പഠിച്ചതിന് ശേഷം നമുക്ക് വ്യഞ്ജനാക്ഷരങ്ങളിലേക്ക് പോയാൽ മതി. ഇതുകൂടാതെ ഈ വ്യഞ്ജനാക്ഷരങ്ങളുടെ കൂട്ടുകാരായ ചില ചില്ലക്ഷരങ്ങളും ചില കൂട്ടക്ഷരങ്ങളും ഉണ്ട്. പിന്നെയോ ഈ വ്യഞ്ജനാക്ഷരങ്ങളോട് ചേരുന്ന സ്വരാക്ഷരങ്ങളുടെ കൂട്ടുകാരായ ചിഹ്നങ്ങളും ഉണ്ട്. ഇവയൊന്നും ഇപ്പോൾ നിങ്ങൾ പഠിക്കണ്ട. ഇവിടെ സ്വരാക്ഷരങ്ങൾ എഴുതിയിരിക്കുന്നു. നിങ്ങൾക്ക് എഴുതാൻ അറിയില്ലെങ്കിൽ കുഴപ്പമില്ല, നോക്കി വായിച്ചാൽ മതി. ഇപ്പോൾ എഴുതാൻ നമുക്ക് പിന്നീട് പഠിക്കാം. നോക്കൂ ബോർഡിലേക്ക്. അ, ആ, ഇ, ഈ, ഉ, ഊ, എറു, എ,
A, I, O, O, Au, Ah. ഇവയാണ് ആ സ്വരാക്ഷരങ്ങൾ. ടീച്ചർ നിങ്ങളെ സ്വരാക്ഷരങ്ങൾ പഠിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ റാ രാ തുടങ്ങിയ വ്യഞ്ജനാക്ഷരങ്ങൾ പഠിപ്പിച്ചത് എന്തിനാണെന്നോ? നിങ്ങൾക്ക് ആ എഴുതണമെങ്കിൽ ഈ അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് വെക്കുമ്പോൾ വളരെ വേഗം, വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ആ എഴുതാൻ സാധിക്കും. അതുകൊണ്ടാണ് ചില വ്യഞ്ജനാക്ഷരങ്ങളെ ടീച്ചർ നേരത്തെ നിങ്ങളെ പരിചയപ്പെടുത്തിയത്. ഇനി അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് ഈ സ്വരാക്ഷരങ്ങളെ ഓരോരുത്തരെയായി വളരെ സാവകാശം പരിചയപ്പെടാം. എങ്കിൽ നമുക്ക് ഈ സ്വരാക്ഷരങ്ങൾ ഉൾപ്പെട്ട ഒരു പാട്ട് പാടിയാലോ? ടീച്ചറിൻ്റെ കൂടെ പാടാം. സ്വരാക്ഷരങ്ങൾ 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 ഏതെല്ലാം? അ ആ ഇ ഈ ഉ ഊ ഇ ഋ എ എ ഐ ഒ ഓ ഔ അം ആ. ഒന്നുകൂടി പാടിക്കോ. സ്വരാക്ഷരങ്ങൾ 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 ഏതെല്ലാം? അ ആ ഇ ഈ ഉ ഊ ഇ ഋ എ എ ഐ ഒ ഓ ഔ അം ആ. എങ്കിൽ മറ്റൊരു മലയാളം ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ. കിയോം കുഞ്ഞേ കോഴിക്കുഞ്ഞേ അമ്മ പറഞ്ഞാൽ കേട്ടോണേ, കണ്ട വഴിക്കു നടക്കാതമ്മ കോഴിയുമൊത്തു നടന്നോണേ. കാക്കച്ചാരുടെ കണ്ണിൽപ്പെട്ട കുഞ്ഞേ കാര്യം പോക്കാണേ, അമ്മ പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ ആപത്താണെന്നോർത്തോണേ. അമ്മ പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ ആപത്താണെന്നോർത്തോണേ. കിയോം കുഞ്ഞേ കോഴിക്കുഞ്ഞേ അമ്മ പറഞ്ഞാൽ കേട്ടോണേ, കണ്ട വഴിക്കു നടക്കാതമ്മ കോഴിയുമൊത്തു നടന്നോണേ. കോഴിയുമൊത്തു നടന്നോണേ. The time of activity. Hi babies. Hello. Good morning. How are you all? Are you all fine today? Okay. Are you happy today? Okay. എല്ലാവരും സന്തോഷമായിരിക്കുന്നല്ലോ അല്ലേ? ഓക്കെ. ഐ ആം ഓൾസോ ഹാപ്പി. ഇന്ന് ടീച്ചർ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരാം. അതായത് ടീച്ചർ എന്നും നിങ്ങളോട് ചോദിക്കാറുണ്ട് ഹൗ ആർ യു എന്ന്, അല്ലേ? അപ്പോൾ നിങ്ങൾ എന്തായിരിക്കും മറുപടി പറയുന്നത്? ഐ ആം ഫൈൻ താങ്ക് യു. എങ്ങനെയാണ് പറയേണ്ടത്? ഐ ആം ഫൈൻ താങ്ക് യു എന്ന് പറയണം. പക്ഷേ സ്കൂളിൽ വരുമ്പോൾ ടീച്ചർ ചോദിക്കും ഹൗ ആർ യു ഓൾ. അത് ക്ലാസ്സിൽ എല്ലാ കുട്ടികളും, നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സും എല്ലാവരും ഇരിക്കുമ്പോൾ ടീച്ചർ ചോദിക്കും ഹൗ ആർ യു ഓൾ. അപ്പോൾ എല്ലാവരും കൂടി എങ്ങനെയാണ് പറയേണ്ടത്? വി ആർ ഫൈൻ താങ്ക് യു. എങ്ങനെയാണ്? വി ആർ ഫൈൻ താങ്ക് യു. ഒരാളോട് ചോദിച്ചാലോ? ഐ ആം ഫൈൻ താങ്ക് യു. ഇനി ക്ലാസ് തുടങ്ങുമ്പോൾ ടീച്ചർ ഹൗ ആർ യു എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ അവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ എങ്കിൽ എന്തു പറയണം? ഐ ആം ഫൈൻ താങ്ക് യു. അങ്ങനെ പറയുമോ? ഓക്കെ. കഴിഞ്ഞ ദിവസം കുറച്ച് സെൻറ്റൻസ് ടീച്ചർ നിങ്ങളെ ഓർമ്മിപ്പിച്ചിരുന്നു. വാട്ട് ഈസ് യുവർ നെയിം?
അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ. ഇന്ന് ഹൗ ആർ യു എന്ന ക്വസ്റ്റ്യന് ആൻസർ പറയാനും നിങ്ങൾ പഠിച്ചു. ഇനി ടീച്ചർ മറ്റൊരു കാര്യം പറയട്ടെ. നിങ്ങൾ സ്കൂളിൽ എത്തുമ്പോൾ ക്ലാസ്സിലേക്ക് കയറാൻ ഒരുങ്ങുന്ന സമയത്ത് ടീച്ചർ ക്ലാസ്സിൽ നിങ്ങളെയും കാത്തു നിൽപ്പുണ്ടാവും. അപ്പോൾ ക്ലാസ്സിലേക്ക് കയറണമെങ്കിൽ നിങ്ങൾ ടീച്ചറോട് ചോദിച്ചിട്ട് വേണം, അല്ലേ? ചോദിക്കാതെ ഒരു സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ പാടില്ല. അപ്പോൾ ടീച്ചറോട് നിങ്ങൾ എന്തായിരിക്കും ചോദിക്കുന്നത്? ടീച്ചർ പഠിപ്പിച്ചു തരാമേ. മിസ് മേ ഐ കം ഇൻ എന്ന് പറഞ്ഞാൽ ടീച്ചർ ഞാൻ ക്ലാസ്സിലേക്ക് പ്രവേശിച്ചോട്ടെ. ഓഫ് കോഴ്സ് ടീച്ചർ സമ്മതിക്കും, അല്ലേ? നിങ്ങൾ വരുന്നത് കാത്തിരിക്കുകയല്ലേ ടീച്ചർ. അപ്പോൾ ടീച്ചർ എന്ത് പറയും? യെസ് മൈ ബേബി, അല്ലേ? നിങ്ങൾ ചോദിക്കുമോ ടീച്ചറോട്? എങ്ങനെയാ ചോദിക്കുന്നത്? മിസ് മേ ഐ കം ഇൻ. പഠിച്ചോ? 5 ടൈംസ് പറഞ്ഞു നോക്കൂ, അപ്പോൾ തീർച്ചയായും പഠിക്കും. മിസ് മേ ഐ കം ഇൻ. എന്നിട്ട് നിങ്ങൾ ക്ലാസ്സിൽ കയറും. ക്ലാസ്സിൽ നിങ്ങളുടെ ബാഗും ബുക്കും, ബാഗിൽ ബുക്കൊക്കെ ഉണ്ടല്ലേ? ബുക്കുണ്ട്, ലഞ്ച് ബോക്സ് ഉണ്ട്, വാട്ടർ ബോട്ടിലുണ്ട്, എല്ലാ സാധനങ്ങളും നിങ്ങൾ കൊണ്ടുവരും സ്കൂളിലേക്ക്, അല്ലേ? അത് നിങ്ങൾ അവിടെ വയ്ക്കും. കുറച്ച് കഴിഞ്ഞ് ടീച്ചർ നിങ്ങളെ കുറേ കളികളൊക്കെ കളിപ്പിക്കും, അല്ലേ? നമ്മളെല്ലാവരും കൂടി കളിക്കും, പഠിക്കും, അല്ലേ? കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് വാട്ടർ കുടിക്കണം, അല്ലേ? എപ്പോഴും നമ്മൾ വെള്ളം കുടിക്കണം, അല്ലേ? നമ്മുടെ ശരീരത്തിന് ആരോഗ്യം ഉണ്ടാകണമെങ്കിൽ നമ്മൾ ധാരാളം വാട്ടർ കുടിക്കണം. അപ്പോൾ ടീച്ചറോട് ഇംഗ്ലീഷിൽ ചോദിക്കണം, അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ബാഗിൽ നിന്ന് വാട്ടർ ബോട്ടിൽ എടുത്ത് കുടിക്കാൻ പാടില്ല. ടീച്ചറോട് ചോദിക്കണം, ഞാൻ അങ്ങനെ ചെയ്തോട്ടെ എന്ന്. അപ്പോൾ ടീച്ചർ തീർച്ചയായിട്ടും സമ്മതിക്കും കേട്ടോ. നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങൾ ടീച്ചർ സമ്മതിക്കും. അപ്പോൾ ടീച്ചറോട് ഇംഗ്ലീഷിൽ ചോദിക്കണം, ടീച്ചർ ഞാൻ അല്പം വെള്ളം കുടിച്ചോട്ടെ. അപ്പോൾ ടീച്ചർ സമ്മതിക്കും. അപ്പോൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ ചോദിക്കുന്നത്? മിസ് മേ ഐ ഡ്രിങ്ക് സം വാട്ടർ. Once again, Miss, may I drink some water? Miss, may I drink some water? 5 times നിങ്ങൾ പറഞ്ഞു നോക്കൂ. ഓക്കെ. വീണ്ടും നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ടോയ്ലറ്റിൽ പോകണം, അല്ലേ? ക്ലാസ്സിന് പുറത്തിറങ്ങി നമുക്ക് ടോയ്ലറ്റിലേക്ക് പോകണം. അങ്ങനെയുള്ള ആവശ്യം ഉണ്ടാകുന്ന സമയത്ത് ടീച്ചറോട് നിങ്ങൾ എന്താണ് ചോദിക്കാറ്? എങ്ങനെയാണെന്നോ? മിസ് മേ ഐ ഗോ ടു വാഷ്റൂം. മിസ് മേ ഐ ഗോ ടു വാഷ്റൂം. വാഷ്റൂം എന്താണ്? നിങ്ങൾ ടോയ്ലറ്റിൽ പോകുന്ന സ്ഥലം, അല്ലേ? പോകുന്ന സ്ഥലം. അവിടേക്ക് പോയിക്കോട്ടെ എന്ന് ടീച്ചറോട് നിങ്ങൾ ചോദിക്കണം. എങ്ങനെയാണ് ചോദിക്കുന്നത്? മിസ് മേ ഐ ഗോ ടു വാഷ്റൂം. അപ്പോൾ മേ ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ അങ്ങനെ ചെയ്തോട്ടെ. ടീച്ചർ തീർച്ചയായും സമ്മതിക്കും കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് ഇംഗ്ലീഷ് പറയാൻ പഠിച്ചില്ലേ? ഇന്ന് എന്തൊക്കെയാ ഇന്ന് പഠിച്ചത്? I am fine, thank you. Miss, may I come in? Miss, may I drink some water? Miss, may I go to washroom? പഠിച്ചോ? അത്രയും കാര്യങ്ങൾ പറയാൻ പഠിച്ചോ? അങ്ങനെ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ വളരെ പടിപടിയായി നമ്മൾ പഠിക്കും, അല്ലേ? ഇംഗ്ലീഷ് സംസാരിക്കാൻ നിങ്ങൾ തീർച്ചയായും പഠിക്കും. എന്തുകൊണ്ടാണ്? നമ്മൾ SH ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പഠിക്കുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കണം. അങ്ങനെ കുറേശ്ശെ പഠിച്ച് നമ്മൾ നന്നായി ഇംഗ്ലീഷ് സംസാരിക്കും, അല്ലേ? അതവിടെ ഇരിക്കട്ടെ. ഇന്ന് ടീച്ചർ നിങ്ങൾക്ക് ഒരു ഗെയിം തരാം. ഗെയിം എല്ലാവർക്കും ഇഷ്ടമല്ലേ? ടീച്ചറിനറിയാം. ഇപ്പോൾ ടീച്ചറിൻ്റെ കയ്യിൽ ഒരു ബൗളുണ്ട്. 1 ബൗൾ.
ദിസ് ഈസ് എ ബൗൾ. ടീച്ചറിൻ്റെ കയ്യിൽ ഒരു ബൗളുണ്ട്. ഈ ബൗളിൽ ടീച്ചർ കുറച്ച് സാധനങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട്. ഐ കെപ്റ്റ് സംതിങ്സ് ഇൻ ദി ബൗൾ. കൂടാതെ ടീച്ചറുടെ കയ്യിൽ 3 ഗ്ലാസസ് ഉണ്ട്. ഇത് 3 ഗ്ലാസസ് ആണ്. ടീച്ചറുടെ കയ്യിൽ 3 ഗ്ലാസസ് ഉണ്ട്. എന്തിനാണെന്നോ ടീച്ചർ 3 ഗ്ലാസസ് സൂക്ഷിച്ചിരിക്കുന്നത്? നിങ്ങൾക്ക് ഗെയിം പഠിപ്പിച്ചു തരാം. ടീച്ചറുടെ കയ്യിലിരിക്കുന്ന സാധനങ്ങൾ ഗ്രീൻ ഗ്രാം ഉണ്ട്. ഇതിനകത്ത് കുറച്ച് ഗ്രീൻ ഗ്രാം. എന്താണ് ഗ്രീൻ ഗ്രാം? ചെറുപയർ അല്ലേ? പച്ച നിറത്തിലുള്ള പയർ. ഇതാണ് ഗ്രീൻ ഗ്രാം, ചെറുപയർ. പിന്നെയോ ടീച്ചറുടെ കയ്യിൽ കുറച്ച് പീസ് ഉണ്ട്. പീസ് എന്താണ്? കടലയാണ് പീസ്. പിന്നെ ടീച്ചറുടെ കയ്യിൽ കുറച്ച് പരിപ്പുണ്ട്. പരിപ്പ് നട്ട്സ് അല്ലേ? ഇതൊക്കെ നമ്മുടെ വീട്ടിൽ കറി വയ്ക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. അമ്മ കറി വയ്ക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. ടീച്ചറും കറി വയ്ക്കാൻ വേണ്ടി ഇത് സൂക്ഷിച്ചിരിക്കുകയാണ്. പക്ഷേ ടീച്ചറുടെ കയ്യിൽ ഇതെല്ലാം കൂടി ഒന്നിച്ചായിപ്പോയി, മിക്സായിപ്പോയി. അമ്മയുടെ കയ്യിലും ചിലപ്പോഴങ്ങനെ മിക്സായി പോകാൻ സാധ്യതയുണ്ടല്ലേ? ഇട്ട സാധനങ്ങൾ ഒന്നിച്ചായിപ്പോയി. എന്ത് ചെയ്യും? ഇനി ടീച്ചർക്ക് ഇതൊന്നിച്ച് കറി വയ്ക്കാൻ പറ്റുമോ? ഇല്ല. ഇതൊന്നിച്ച് കറി വെച്ചാൽ ടേസ്റ്റ് ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ ടീച്ചർക്ക് ഇത് സെപ്പറേറ്റ് ചെയ്യണം. ഇത് കറി വെക്കണമെങ്കിൽ സെപ്പറേറ്റ് ചെയ്യണം. അങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് സോർട്ടിംഗ് ആക്ടിവിറ്റി. പറഞ്ഞോളൂ. സോർട്ടിംഗ് ആക്ടിവിറ്റി. ടീച്ചർക്ക് ഇത് സോർട്ട് ചെയ്യണം. എങ്ങനെയാണ് സോർട്ട് ചെയ്യാൻ നിങ്ങൾ ടീച്ചറെ സഹായിക്കുന്നത്? ഇതിൽ നിന്ന് 1 പി എടുത്ത് ഇങ്ങനെ 1 ഗ്ലാസ്സിലേക്ക് ഇടണം. ടീച്ചർ ഇട്ടു. അത് കഴിഞ്ഞ് ടീച്ചറുടെ കയ്യിൽ കിട്ടിയത് 1 ഗ്രീൻ ഗ്രാം ആണ്. ഗ്രീൻ ഗ്രാം, ചെറുപയർ. അത് ടീച്ചർ എടുത്ത് മറ്റൊരു ഗ്ലാസ്സിലേക്ക് ഇട്ടു. അത് കഴിഞ്ഞ് ടീച്ചർ നോക്കിയപ്പോൾ ഒരു പരിപ്പ് ടീച്ചറുടെ കൈ കിട്ടി. പരിപ്പ്, നട്ട്സ് അല്ലേ? ഈ പരിപ്പ് ടീച്ചർ എടുത്ത് മറ്റൊരു ഗ്ലാസ്സിലും ഇട്ടു. ഇപ്പോൾ 3 ഗ്ലാസസിലും ഓരോ സാധനങ്ങളായി. ഇനി നമ്മൾ നോക്കണം, ഈ ഫസ്റ്റ് ഗ്ലാസ്സിൽ എന്താണ്? പി. സെക്കൻഡ് ഗ്ലാസ്സിൽ എന്താണ്? ഗ്രീൻ ഗ്രാം. തേർഡ് ഗ്ലാസ്സിൽ എന്താണ്? നട്ട്സ് അല്ലേ? അപ്പോൾ നിങ്ങൾ ഇനിയും ഇതിനകത്തുള്ള സാധനങ്ങൾ ഓരോന്നായി എടുത്ത് അതാത് ഗ്ലാസസിൽ കൃത്യമായി നിങ്ങൾ ഇടണം. പറ്റുമോ? നിങ്ങൾക്ക് ആദ്യം ഈ പീസ് ആയിരിക്കും കയ്യിൽ കിട്ടുന്നത്. കാരണം പീസാണ് കുറച്ച് ബിഗ് അല്ലേ? അപ്പോൾ ആ പീസ് നിങ്ങളെടുത്ത് ഇടണം. പിന്നെ നിങ്ങളുടെ കയ്യിൽ എന്താണോ കിട്ടുന്നത് അതെടുത്ത് നിങ്ങൾ അടുത്ത ഏത് ഗ്ലാസ്സിലാണ് ഇടേണ്ടതെന്ന് നോക്കണം. ഇപ്പോൾ ടീച്ചറിൻ്റെ കയ്യിൽ ഒരു ഗ്രീൻ ഗ്രാമാണ് വീണ്ടും കിട്ടിയത്. അത് ടീച്ചർ സെക്കൻഡ് ഗ്ലാസ്സിൽ തന്നെ ഇട്ടു. അങ്ങനെ ഈ സാധനങ്ങൾ മുഴുവനും ഓരോന്നായി നിങ്ങൾ സോർട്ട് ചെയ്ത് അമ്മയ്ക്ക് കൊടുക്കാമോ? ടീച്ചറിൻ്റെ കയ്യിൽ ഇത്രയും സാധനങ്ങളുണ്ട്. ടീച്ചർ ഇവിടെ ഇരുന്ന് കുറേ സമയം കൊണ്ട് ഇത് സോർട്ട് ചെയ്തെടുക്കും കറി വയ്ക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ കുറേ സാധനങ്ങൾ ഒന്നിച്ചായെങ്കിൽ നിങ്ങൾ 3 ഗ്ലാസസ് എടുത്തിട്ട് നിങ്ങൾ സോർട്ട് ചെയ്ത് കൊടുക്കാമോ അമ്മയ്ക്ക്? ഓക്കെ, ഗുഡ് ബോയ്സ് ആൻഡ് ഗുഡ് ഗേൾസ് അല്ലേ? എല്ലാവരും ഗുഡാണ്, ഗുഡ് കിഡ്സ്. ടീച്ചറിൻ്റെ പ്രിയപ്പെട്ട കുട്ടികളാണ് നിങ്ങൾ. ടീച്ചർ പറയുന്നത് പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യുകയും പറയുകയും പഠിക്കുകയും ചെയ്യും അല്ലേ? ടീച്ചറിൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളാണ് നിങ്ങൾ. ഐ ലവ് യു സോ മച്ച്. ഇനി നമുക്ക് ഒരു പാട്ട് കേൾക്കാം. ജോണി ജോണി യെസ് പപ്പ, ഈറ്റിംഗ് ഷുഗർ നോ പപ്പ, ടെല്ലിംഗ് ലൈസ് നോ പപ്പ, ഓപ്പൺ യുവർ മൗത്ത് ha ha ha. Once again. Johnny, Johnny, yes papa, eating sugar, no papa, telling lies, no papa, open your mouth, ha ha ha.
നല്ല പാട്ടാണോ? നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന റൈമാണിതല്ലേ? എങ്കിൽ എല്ലാവരും പാടിക്കോളൂ. ഇനി നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കണ്ടുമുട്ടാം. We will see you then. Goodbye. Bye bye. Simple mathematics. Hi. Good morning, my sweet kids. Good morning പറഞ്ഞേ. കൈ കൂപ്പി ഗുഡ് മോർണിംഗ് പറഞ്ഞേ. ഗുഡ് മോർണിംഗ് മിസ്. മിസ്സിന് ഇവിടുന്ന് കേൾക്കാം കേട്ടോ നിങ്ങൾ ഗുഡ് മോർണിംഗ് പറയുന്നതൊക്കെ. നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങളൊക്കെ വീട്ടിൽ വെച്ച് പറയുകയൊക്കെ ചെയ്യുന്നുണ്ടോ? ബിഗ്, സ്മോൾ, ലോങ്, ഷോർട്ട്, ടോൾ, ഷോർട്ട് പഠിക്കുന്നുണ്ടോ? പപ്പാടെ അമ്മയുടെ ഒക്കെ അടുത്ത് നിന്ന് ടോൾ, ഷോർട്ടൊക്കെ പറയുന്നുണ്ടോ? വീട്ടിലെ സാധനങ്ങളെ കാണുമ്പോൾ ഇത് ബിഗ്, സ്മോൾ എന്നൊക്കെ പറയുന്നുണ്ടോ? ഉണ്ടോ? ഓക്കെ, ഗുഡ് ഗുഡ്. ടുഡേ വി ആർ സ്റ്റഡിങ് അബൌട്ട് ഹെവി ആൻഡ് ലൈറ്റ്. ഹെവി ആൻഡ് ലൈറ്റ്. വാട്ട് ഈസ് ഹെവി? എന്താ ഹെവി എന്നറിയാവോ? ഭാരമുള്ളതിനെ ഹെവി എന്ന് പറഞ്ഞോ? മിസ്സിൻ്റെ കൈ താന്നു പോകുന്നു. ഹെവി വെയിറ്റ് ആയിട്ട്. ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഭാരമില്ലാത്തത്. ഹെവി എന്ന് പറഞ്ഞാൽ ഭാരമുള്ളത്. ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഭാരമില്ലാത്തത്. നിങ്ങൾ വീട്ടിൽ ചില സാധനങ്ങളൊക്കെ എടുക്കും. അമ്മ പറയത്തില്ലേ മക്കളെ എടുക്കണ്ട, അതിന് വെയിറ്റ് ഉണ്ട്, ഭാരമുണ്ട്, അപ്പം നിങ്ങൾ എടുക്കുകയില്ല. ഹെവി അല്ലേ? ഇങ്ങനെ വെച്ച് ഭാരമുള്ളത്. ലൈറ്റ് ആകുമ്പോൾ കുഴപ്പമില്ല. നമ്മൾ വീട്ടിൽ കളിക്കുന്ന ചെറിയ ചെറിയ ബോളുകൾ, നമ്മൾ ബലൂൺ ഇട്ട് തട്ടി കളിക്കുകയല്ലേ, അതൊക്കെ ലൈറ്റാണ്. ബലൂണിനകത്ത് നമ്മളിങ്ങനെ ഊതി വീർപ്പിക്കുകയല്ലേ, അത് ലൈറ്റാണ്. ബലൂൺ നമ്മൾ തട്ടിക്കളിക്കുന്നത്. വെയിറ്റ് ഉള്ളതൊന്നും എടുക്കണ്ട കേട്ടോ. ലൈറ്റായിട്ടുള്ള വെയിറ്റ് കുറഞ്ഞത് മാത്രം എടുത്താൽ മതി. ഐ ആം ഗോയിങ് ടു ഗീവ് സം എക്സാമ്പിൾസ് ബൈ ഷോയിങ് സം ഒബ്ജക്ട്സ്. ഓക്കെ, ഞാൻ ചില സാധനങ്ങളൊക്കെ ഇവിടെ കാണിക്കാം നിങ്ങളെ. ഹെവി ആണോ ലൈറ്റ് ആണോ നിങ്ങൾ പറയണം. വാട്ട് ഈസ് ദിസ്? ദിസ് ഇസ് എ കാർ. This is a big car, this is a small car. This is a heavy, this is a light. Heavy goes down, light goes up. Next one, look here, 2 pictures. Which is heavy? This is heavy. Heavy goes down, light goes up. Heavy goes down, light goes up. Okay, next one, scissors. This scissor is heavy, this scissor is light. Heavy goes down, light goes up. What is this? ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വീട്ടിലെ അമ്മയുടെ അടുക്കളയിലുണ്ടല്ലേ? Oh, this is heavy, this is light. Heavy goes down, light goes up. This toy car, 2 cars. This is heavy, this is light. This is heavy, this is light. And what is this? Books. This book is heavy, this book is light. This book is heavy. Oh, inna ഭാരമാണെന്നറിയോ? This is light. ഇതിന് വെയിറ്റ് ഇല്ല, ഭാരമില്ല, ലൈറ്റ്. Next one, 2 bottles. This bottle is filled with water. This bottle is empty. This bottle is heavy. This bottle is light. This bottle is heavy. This bottle is filled with water, so this bottle is heavy. This bottle is light. I will show you more examples. Look at the book. This is your term 1 book. Look here. This is heavy bag. This is light bag. Which one is heavy? This is heavy. Heavy bag, light book. ബാഗിനല്ലേ ഭാരം?
നമ്മൾ ബുക്കെല്ലാം വെക്കും, വാട്ടർ ബോട്ടിൽ, പെൻസിൽ, റബ്ബർ, ഇറേസർ എല്ലാം വെക്കുക അല്ലേ. ലഞ്ച് ബോക്സും വെക്കും അല്ലേ. അപ്പം ബാഗിനാണ് വെയിറ്റ് ഉള്ളത്. ഹെവി ബാഗ്, ലൈറ്റ് ബുക്ക്. നെക്സ്റ്റ് വൺ, ഓ എലിഫൻറ്റ് ആൻഡ് എലിഫൻറ്റ്, ഹെവി എലിഫൻറ്റ്, ലൈറ്റ് ആൻഡ്, ഹെവി എലിഫൻറ്റ്, ലൈറ്റ് ആൻഡ്. കുഞ്ഞുറുമ്പല്ലേ, ഓന് ബിഗ്ഗസ്റ്റ് ആനിമൽ അല്ലേ എലിഫൻറ്റ് അല്ലേ. ഹെവി എലിഫൻറ്റ്, ലൈറ്റ് ആൻഡ്. നെക്സ്റ്റ് വൺ, ട്രോളി ബാഗ്. കൊണ്ടോ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ബാഗിനകത്ത് ഡ്രസ്സെല്ലാം വെച്ച് നമ്മുടെ കളിക്കുന്ന ബോളുമൊക്കെ വെച്ച് നമ്മൾ കൊണ്ടുപോകുന്നതല്ലേ. ഹെവി ട്രോളി ബാഗ്, ലൈറ്റ് ലഞ്ച് ബോക്സ്. ഉച്ചയ്ക്ക് കൊണ്ടുവന്ന ലഞ്ച് ബോക്സിൽ തന്നെ ഇച്ചിരി ചോറൊക്കെയല്ലേ ഉള്ളൂ, അപ്പം അതിന് വലിയ വെയിറ്റ് ഇല്ല. എന്നിട്ട് പറഞ്ഞേ, ഹെവി ട്രോളി ബാഗ്, ലൈറ്റ് ലഞ്ച് ബോക്സ്. സേ ലൗഡ്ലി ഓൾ ഓഫ് യു. ഹെവി ബാഗ്, ലൈറ്റ് ലഞ്ച് ബോക്സ്. നെക്സ്റ്റ് വൺ, ഹായ് ജാക്ക് ഫ്രൂട്ട്. ചക്കപ്പഴം തിന്നോ ഈ വർഷം എല്ലാവരും? തിന്നോ? നല്ല സ്വീറ്റ് അല്ലേ. ഓക്കെ, ജാക്ക് ഫ്രൂട്ട് ആണോ ഓറഞ്ച് ആണോ ഹെവി? ഓറഞ്ച് ചെറുതല്ലേ, സ്മോളാ ഓറഞ്ച്. ജാക്ക് ഫ്രൂട്ട് ബിഗ്ഗസ്റ്റ് ഫ്രൂട്ടാണ് ജാക്ക് ഫ്രൂട്ട്. ജാക്ക് ഫ്രൂട്ട് ആണോ ലൈറ്റ് ഓറഞ്ച് ആണോ ഹെവി? ഹെവി ജാക്ക് ഫ്രൂട്ട്, ലൈറ്റ് ഓറഞ്ച്. ഹെവി ജാക്ക് ഫ്രൂട്ട്, light orange. Here, this is a playground. What is this? This is a seesaw. One girl is sitting on the seesaw. Other side, two girls are sitting on the seesaw. Which is heavy? This is heavy and this is light. Heavy is heavy goes down, light goes up. Heavy goes down, light goes up. This is brick, this is feather. This is brick, this is feather. Brick is heavy, feather is light. Brick is heavy, feather is light. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഹെവിയും ലൈറ്റും? ഇനി വീട്ടിലെ ഓരോ സാധനങ്ങളും എടുത്തുകൊണ്ട് മക്കൾ ഹെവി ലൈറ്റും മനസ്സിലാക്കണം. Thank you for watching. See you again.